ഇന്നാണെങ്കിൽ ഞാനും ഇതും കൂടെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഒന്ന് താടിയും മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത്. അതാണ് എൻ്റെ മുടിക്കും താടിക്കൊക്കെ വല്ലാത്തൊരു മാറ്റം. ഷേപ്പ് ചെയ്തെന്നേ ഉള്ളൂ, അല്ലാതെ വെട്ടിയതൊന്നും ഇല്ല. അങ്ങനെ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി. മാമൻ ഇപ്പോഴാണ് വന്നത്. അപ്പോഴാണ് വണ്ടി കിട്ടിയത്. ഇപ്പോൾ സമയം ഒരു 8:30 ആയി കാണും. അപ്പോൾ ആ ടൈമിൽ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകണമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്ഥിരം പോകാറുള്ളൊരു തട്ടുകടയുണ്ട്. മൂന്നാംകുറ്റി ജംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് ആ തട്ടുകട. നല്ല രുചിയുണ്ടായിരുന്നു അവിടുത്തെ ഫുഡിനൊക്കെ. അപ്പോൾ ഞങ്ങൾ സ്ഥിരം ചെല്ലുന്നതായതുകൊണ്ട് ചേട്ടൻ ചെന്നപ്പോഴേ ചോദിച്ചു, പാഴ്സൽ വേണോ അതോ ഇരുന്ന് കഴിക്കുവാണോയെന്ന്. കാരണം ഞാൻ എപ്പോഴും ഇവിടുന്ന് പാഴ്സൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്ന്. എപ്പോഴും വരുമ്പോൾ ഞങ്ങൾ വണ്ടിയിൽ പുറത്തിരുന്നാണ് കഴിക്കാറുള്ളത്. കാരണം ഇതിനകത്ത് സീറ്റ് കിട്ടാറില്ല, നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ചെന്നപ്പം തിരക്ക് കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയിരുന്നു. നല്ല രുചിയാണ്. സാമ്പാറും തക്കാളി ചമ്മന്തിയും പിന്നെ തേങ്ങാ ചമ്മന്തിയൊക്കെ കൂട്ടി അങ്ങനെ ഞങ്ങൾ കഴിച്ച്. നല്ല നല്ല ഫുഡാണ് അവിടുത്തെ. നല്ല ക്വാണ്ടിറ്റിയിലാണ് ഫുഡ് കൊടുക്കുന്നതും. നല്ല സാമ്പാറും ഒക്കെ ആണെങ്കിലും വെള്ളമല്ലാത്ത രീതിയിൽ നല്ല കുറുകിയാണ് തേങ്ങാ ചമ്മന്തിയൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഓംപ്ലേറ്റും വാങ്ങിച്ചായിരുന്നു. അങ്ങനെ വലിയ കടകളിൽ കയറുന്നതിനെക്കാട്ടി നല്ല ഇതേപോലത്തെ ചെറിയ കടകളിലാണ് എപ്പോഴും ഫുഡിന് സ്വാദും നല്ല വൃത്തിയൊക്കെ ഉള്ളൊരു കടയാണ്. അതുകൊണ്ട് സ്ഥിരം ഇവിടെ ആൾക്കാർ കൂടുതലാണ്. എപ്പോഴും വന്നാലും ഇവിടെ സീറ്റ് കിട്ടാറില്ല ഇരിക്കാനൊക്കെ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നല്ല ചൂട് പറക്കുന്നത് ആ ഓംപ്ലേറ്റൊക്കെ നമുക്ക് അങ്ങനെ അപ്പം തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ എടുത്തു തന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.